നമസ്കാരം, ഞാൻ അവിനാഷ് രവീന്ദ്രൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് 3ds Max സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ അതിനായി ഒരു സ്മാർട്ട് ഫോണിൻ്റെ മോഡലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ മോഡലിലേക്ക് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് ലൈറ്റ് ആഡ് ചെയ്ത് റെൻഡർ ചെയ്യാനാണ് പോകുന്നത്. ഈ റെൻഡേർഡ് ഔട്ട്പുട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതും ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആദ്യമായിട്ട് ക്രിയേറ്റിൽ ഷേപ്സ്, അതിനുള്ളിൽ നിന്ന് ഞാൻ റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് വേർട്ടെക്സ്, സെഗ്മെൻറ്റ്, സ്പ്ലൈൻ എന്നിവയെ വേർതിരിച്ച് കിട്ടുകയും അതോടൊപ്പം അവയെ ഓരോന്നായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ 4 വേർട്ടെക്സ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ പാനലിൽ താഴേക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫില്ലറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഒരുപാട് ഇൻക്രീസ് ചെയ്യരുത്, നമുക്ക് കുറച്ച് മാത്രം മതി. ക്ലിക്ക് ആൻഡ് ഹോൾഡ് ആണ് ചെയ്യേണ്ടത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻക്രീസ് ചെയ്തു വന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണോ റിലീസ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ടൂൾ ഫിനിഷ് ആവുക. ഇപ്പോൾ ആ ടൂൾ ഫിനിഷായി. ഇനി നെക്സ്റ്റ് സ്റ്റേജ്, ഇതിനൊരു ഡെപ്ത് ആഡ് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്യുക ഷേപ്പിനെ, മോഡിഫയർ ലിസ്റ്റിൽ വരിക, ദെൻ അതിൽ നിന്നും എക്സ്ട്രൂഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസിക് ഷേപ്പായി. ഇനി അടുത്തത് നമ്മളൊരു സ്ക്രീനിൻ്റെ പോർഷനും ബാക്കിയുള്ള ബട്ടണുകളും പവർ കോഡിൻ്റെയും അതോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ജാക്കിൻ്റെയും ഹോൾസും ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. അതിനായി നമ്മൾ ആ ഷേപ്പിൽ ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്, ഞാൻ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ താഴ്ഭാഗത്തായിട്ട് വരുന്നത് ചാർജറാണ്. അപ്പോൾ ടൈപ്പ് സി പോർട്ടാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് റെക്റ്റാങ്കിൾ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നു, ആവശ്യമുള്ള സൈസിൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പെർസ്പെക്റ്റീവ്, ടോപ്പ്, ഫ്രണ്ട് വ്യൂകൾ യഥേഷ്ടം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. അതിനുശേഷം വേർട്ടെക്സ് ചൂസ് ചെയ്യുക. എല്ലാ വേർട്ടെക്സിനും സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഫോണിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സ്ക്രോൾ ഡൗൺ, താഴെ വന്നതിന് ശേഷം ഫില്ലറ്റ്, അതിനുശേഷം മോഡിഫയർ ലിസ്റ്റിൽ വന്നിട്ട് എക്സ്ട്രൂഡ്. ഇനി ഈ ഒരു ഭാഗം ഇവിടേക്ക് കൊണ്ടുവയ്ക്കുക. ഓക്കെ, സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഹെഡ്ഫോണിൻ്റെയും അതോടൊപ്പം തന്നെ സ്പീക്കറിൻ്റെയും ഹോൾസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂ വരുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ, അതായത് ക്രിയേറ്റിലെ ജിയോമെട്രി, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, അതിനുള്ളിൽ നിന്നും ബോക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഒരു ബോക്സ് ഫ്രണ്ട് വ്യൂവിൽ വരിക, ഹൈറ്റ് ഇത്രയും വേണ്ട അഡ്ജസ്റ്റ് ചെയ്യുക, മൂവ് ചെയ്ത് വയ്ക്കുക. ടോപ്പ് വ്യൂവിൽ വരിക, അറേഞ്ച് ചെയ്യുക, ദെൻ കോപ്പീസ് എടുക്കുക. ഞാനൊരു 4 കോപ്പീസാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് 5 ഷേപ്സ് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് ബൂളിയൻ ചെയ്യാനാണ് പോണേ, ബൂളിയൻ ഓപ്പറേഷൻസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു ആംഗിളിൽ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ തന്നെ ഞാൻ ഒരു സെറ്റും കൂടെ കോപ്പി എടുക്കുകയാണ്. ജസ്റ്റ് എല്ലാം കൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട്, ദെൻ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക. എക്സ് ആണ് ആക്സിസ് വരുന്നത്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ഈ ഒരു പൊസിഷൻ. ഓക്കെ. ഇനി ഇതിന് ശേഷം സിലിണ്ടർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ ടൂൾ ഫിനിഷ് ചെയ്യുക, പെർസ്പെക്റ്റീവ് പൊസിഷൻ ചെയ്യുക. ഇനി അടുത്തതായിട്ട് വോളിയം ബട്ടൺ ആണ്. അതിന് ഞാൻ ഒരു ബോക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണു, ദെൻ അതിനവിടെ പൊസിഷൻ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പവർ ബട്ടണും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു കോപ്പിയും കൂടി എടുക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ദെൻ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയും സൈസ് വേണ്ട. സെലക്ട് ചെയ്യുക, അതായത് ഫോണിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോഡി പോർഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റിൽ ജിയോമെട്രിയിൽ തന്നെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് പകരം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റിൽ നിന്ന് കോമ്പൗണ്ട് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോ ബൂളിയനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് ടൈപ്പിൽ പ്രോ ബൂളിയനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം സ്ക്രോൾ ചെയ്യുക. പാരാമീറ്റേഴ്സിൽ വന്നിട്ട് ഓപ്പറേഷൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. യൂണിയൻ ആണെങ്കിൽ ആഡ് ചെയ്യാനും, ഇൻ്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് മാത്രം കിട്ടാനും, സബ്സ്ട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ഇൻസൈഡ് വരുന്ന പോർഷൻസ് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സബ്സ്ട്രാക്ഷൻ ആണ്. സബ്സ്ട്രാക്ഷൻ സെലക്ട് ചെയ്യുക, ദെൻ പിക്ക് ബൂളിയൻ എന്ന് പറയുന്നിടത്ത് സ്റ്റാർട്ട് പിക്കിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഷേപ്പുകൾ ഓരോന്നായി ക്ലിക്ക് ചെയ്യുക. ഇത്രയും സാധനങ്ങൾ നമുക്ക് സബ്സ്ട്രാക്ഷനാണ്. പക്ഷേ ഈ കാണുന്ന ബട്ടൺ ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂണിയൻ. യൂണിയൻ ക്ലിക്ക് ചെയ്യുക, ദെൻ ഷേപ്പ് പിക്ക് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് സ്ക്രീൻ ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സ്ക്രീൻ ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പ്ലിറ്റ് വരണം. അതായത് സ്ക്രീനിൻ്റെ ഇത്രയും പോർഷൻ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് എനിക്കൊരു സ്പ്ലിറ്റ് വരണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പവഴി റൈറ്റ് ബട്ടൺ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. അതിനുശേഷം എലമെൻറ്റ് ചൂസ് ചെയ്യുക. എഡിറ്റ് പോളിയിലെ എലമെൻറ്റ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക. അതിൽ അവസാനം സെലക്ഷൻ ആവുന്ന അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഫുൾ ബോഡിയാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ പോർഷനിൽ, ആ ഫോണിൻ്റെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെൻറ്റ് ടോട്ടലി സെലക്ട് ആവും. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ലൈസ് പ്ലെയിൻ എന്നുള്ള ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ലൈസ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്ജ് ലൂപ്പ് ആഡായി വന്നതായിട്ട് കാണാം. ഓക്കെ, അത് മൂവ് ആവുന്നുണ്ട്. ഈ പ്ലെയിനനുസരിച്ചിട്ടാണ് അത് മൂവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ രണ്ട് സ്പ്ലിറ്റാണ് വേണ്ടത്. അതിനായി റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആംഗിൾ സ്നാപ്പ് ഇനബിൾ ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ആണ് ആക്സസ് ആവുന്നത്. അതിൽ നിന്നും ആംഗിൾ 90 ഡിഗ്രി 90 എന്ന് ഇൻസേർട്ട് ചെയ്ത് എൻ്റർ അടിക്കുക. ദെൻ ക്ലോസ് ചെയ്യുക. ദെൻ ആ ആക്സിസ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളർ കാണുന്നുണ്ട്. എക്സ് ആണ് ആക്സിസ്. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് 90 ഡിഗ്രി. ദെൻ ഡബ്ല്യു മൂവ് ടൂള് മൂവ് ചെയ്ത് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ദെൻ സ്ലൈസ്. അതിനുശേഷം ഇതേപോലെ തന്നെ താഴേക്ക് കൊണ്ടുവച്ചിട്ട് ഹോം ബട്ടൺ എത്ര വരണമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ അത്രയും വെച്ച് ഞാൻ വീണ്ടും സ്ലൈസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ നമ്മളുടെ ടൂളിൻ്റെ ആവശ്യം കഴിഞ്ഞു. എഡിറ്റ് പോളിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഫങ്ഷൻ F3 അടിച്ചു കഴിഞ്ഞാൽ വയർ ഫ്രെയിം മോഡും ഫങ്ഷൻ F4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡഡിൽ തന്നെ വയർ ഫ്രെയിമും കാണിച്ചു തരും. എങ്ങനെയാണത് വന്നിരിക്കണേ നമ്മൾ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്യാമറയുടെ പോർഷനാണ് ചെയ്യുന്നത്.
വളരെ എളുപ്പത്തിൽ ക്യാമറയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റിൽ ജിയോമെട്രി, അതിൽ കോമ്പൗണ്ട് ഒബ്ജക്ട്സ് മാറ്റി സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സിലിണ്ടർ ചൂസ് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ഹൈറ്റ് ആഡ് ചെയ്യുക, റൈറ്റ് ബട്ടൺ. ദെൻ അതിനുശേഷം മോഡിഫൈയിൽ വരിക. നമുക്കിത് കുറച്ച് സ്മൂത്തായിട്ടാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ സൈഡ്സിൻ്റെ എണ്ണം കുറച്ചധികം ആഡ് ചെയ്യാം. നമുക്കിവിടെ ഹൈറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഹൈറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നിടത്ത് 1 കൊടുക്കുക. ഓക്കെ, അത്രേ ആവശ്യമുള്ളൂ. അടുത്തതായി ഇതിനെ കൺവേർട്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. എഡിറ്റബിൾ പോളി എക്സ്പാൻഡ് ചെയ്യുക, പോളിഗൺ ക്ലിക്ക് ചെയ്യുക, മുകൾ ഭാഗത്ത് വരുന്ന പോളിഗണെ ചൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. എഡിറ്റ് പോളിഗോൺസിൽ ഇൻസെറ്റ് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബോക്സ് സെറ്റിങ്സ് ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ സെറ്റിങ്സ്. നമ്മൾ ആദ്യം തന്നെ ഒരു സൈസ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് പോസിറ്റീവ് ആക്സിസിലേക്കാണ് പോവുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം താഴോട്ട്. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഈ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എക്സ്ട്രൂഡ് ഒഴിവാക്കി ഇൻസെറ്റ് മാത്രം ഒരു ടൈം കൂടെ ഞാൻ ചെയ്യാം. ദെൻ ഒരു പ്രാവശ്യം കൂടെ ഇൻസെറ്റ്. ഓക്കെ, F4 ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റ്സിനെ കാണേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കോപ്പി. ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വയ്ക്കുക. സൈസ് റെഡ്യൂസ് ചെയ്യുക. രണ്ടിൻ്റെ ഹൈറ്റ് ഏകദേശം സിമിലർ ആയിട്ട് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് മെറ്റീരിയൽ കൊടുക്കുന്ന പ്രോസസ്സാണ്. അതിനായിട്ട് ഷോർട്ട് കീ M, കീബോർഡിലെ M എന്ന് പറയുന്ന കീ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് ഫോണിൻ്റെ ബോഡിയാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ, ഞാൻ സ്മാർട്ട് P എന്ന് എഴുതുന്നു. അതിനുശേഷം സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൽ നിന്ന് മാറ്റി ആർക്കിടെക്ചറിലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് ആണ് ചൂസ് ചെയ്യുന്നത്. കുറച്ച് ഷൈനസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം അതിലെ ഡിഫ്യൂസ് കളറ് ബ്ലാക്ക്. ഇനി ഫോണിനെ സെലക്ട് ചെയ്യുക. ആ കളറ് അസൈൻ ടു മെറ്റീരിയൽ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സ്ക്രീനാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി പോളിഗൺ സെലക്ട് ചെയ്യുക. സ്ക്രീനിൻ്റെ ഈ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇൻസെറ്റ് ടൂളിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് ഉള്ളിലേക്കൊന്ന് ഇൻസെറ്റ് ആയി ഉണ്ടാവും. നമുക്ക് അത്രയും മതി. ഓക്കെ കൊടുക്കുക. ഇതിനടുത്ത മെറ്റീരിയലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ഏകദേശ രൂപത്തിലേക്ക് അത് വന്നു. ഇനി ഈ മെറ്റീരിയലിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ചേഞ്ച് ചെയ്ത് ആർക്കിടെക്ചറിൽ വന്നതിന് ശേഷം ഡിഫ്യൂസ് മാപ്പ്, അതിൽ വന്നിട്ട് നോ മാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിറ്റ് മാപ്പ് ഒരെണ്ണം ചൂസ് ചെയ്യുക. ആ മെറ്റീരിയൽ അവിടെ കാണാനായിട്ട് ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ ഇൻ വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. ഇപ്പോൾ ഇത് കാണുന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോർഷനെ സെലക്ട് ചെയ്ത് ഇതിനെ ഒന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുക, അതായത് ഡിറ്റാച്ച് ചെയ്യുക. ഒരു പോർഷനെ എളുപ്പവഴിയാണ് ഈ പറയുന്നത്. ഡിറ്റാച്ച് ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം സ്ക്രീനിൻ്റെ പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് മോഡിഫയർ ലിസ്റ്റിൽ വന്നതിന് ശേഷം UV എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അതിൽ നിന്നും UVW മാപ്പ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ക്യാമറയുടെയാണ് പോർഷൻ ഇനി ചെയ്യാൻ പോകുന്നത്. ക്യാമറ സെലക്ട് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ആർക്കിടെക്ചറൽ മെറ്റീരിയൽ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നും പ്ലാസ്റ്റിക് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലാക്കിന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഔട്ടർ ലിങ്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ആദ്യം ആഡ് ചെയ്യുക, അസൈൻ കൊടുക്കുക. അതിനുശേഷം ഒരു മെറ്റീരിയലും കൂടെ എളുപ്പത്തിന് ജസ്റ്റ് ഇതിനൊന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക അടുത്ത സ്ലോട്ടിലേക്ക്. അതിനുശേഷം അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം മസ്റ്റായിട്ട്. എന്നിട്ട് ഈ ഒരു കളറിനെ സെലക്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുക. ഞാൻ ഡാർക്കാക്കി, പ്യുവർ ബ്ലാക്ക്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ക്യാമറയുടെ ഈ പോർഷനിൽ വന്ന് പോളിഗോണിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ ഞാൻ സെലക്ഷൻ ചെയ്തതിന് ശേഷം ഈ ക്യാം എന്ന് പറയുന്ന കളറ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി പുറമെ കാണുന്ന ഈ ഭാഗത്ത് എനിക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക. കഴ്സർ കറക്റ്റ് ലൂപ്പിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. ദെൻ അടുത്തതായി ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുക. അതിന് വൈറ്റ് കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതിന് മുമ്പേ ഇപ്പോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേർട്ടെക്സ് ഇനബിൾഡ്, അതുകൊണ്ടാണ് ഇവിടെ ഗ്രൂപ്പ് ഓപ്ഷൻ വർക്ക് ചെയ്തിരുന്നത്. തിരിച്ച ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നതിന് ശേഷം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഞാൻ മൂവ് ചെയ്ത് വയ്ക്കുന്നു, Z പ്രസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ഒബ്ജക്റ്റിനെ ഫില്ല് ചെയ്ത് കാണിച്ചു തരും സ്ക്രീനിൽ. ഞാൻ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനിയാണ് ഞാൻ പൊസിഷൻ ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ബാക്ക് പോർഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹോം ബട്ടൺ, ഫിസിക്കൽ ബട്ടൺ വേണം. അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, റെക്റ്റാങ്കിൾ, ടോപ്പ് വ്യൂ, സെൻട്രൽ വന്ന് റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുക. അതിനെ പൊസിഷൻ ചെയ്യുക. അതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. നമ്മൾ ആദ്യം ഉപയോഗിച്ച മെത്തേഡ്, ഫോണിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. വേർട്ടെക്സിനെ സെലക്ട് ചെയ്യുക, സ്ക്രോൾ ഡൗൺ, ദെൻ ഫില്ലറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം മോഡിഫയർ ലിസ്റ്റ്, എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക, പെർസ്പെക്റ്റീവ് ഇത്രയും സൈസ് വേണ്ട, സൈസ് റെഡ്യൂസ് ചെയ്യുക, ദെൻ പൊസിഷൻ ചെയ്യുക. അതിനും ഒരു കളർ ആഡ് ചെയ്യുക. ഫോണിൻ്റെ സെയിം കളർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്ന സ്പീക്കറിൻ്റെ പോർഷനാണ്. നമുക്ക് ഇതേ ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ്. കോപ്പിയാണ് കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കുക, ഇൻസ്റ്റൻസ് കൊടുക്കരുത്. എഡിറ്റ് സ്പ്ലൈനിൽ വരിക, വേർട്ടെക്സിനെ ചൂസ് ചെയ്യുക. കാണുന്നില്ല, റീസൺ അത് ഉള്ളിലാണ് ഇരിക്കുന്നത്. F3 ക്ലിക്ക് ചെയ്യുക. ടോപ്പ് വ്യൂ ആണ് കുറച്ചുകൂടെ ബെറ്റർ. ദെൻ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. സൈഡ് ഇൻക്രീസ് ചെയ്യുക.
അതിനുശേഷം ടോട്ടലി ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുക. ഓക്കെ, പെർസ്പെക്റ്റീവിൽ വരിക. ഓക്കെ, ഇനി എക്സ്ട്രൂഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും F3. ഇതിൻ്റെ കളർ വന്നിട്ട് ഞാൻ ഒരു വൈറ്റ് കളറാണ് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. വേറെ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓരോന്നും മെറ്റാലിക് കളർ എങ്ങനെ കൊടുക്കാം, കൂടുതൽ ടെക്സ്ചറിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കും. ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണു. F4. അതിനുശേഷം നോക്കി ടോട്ടലി കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാനിനി റെൻഡർ ചെയ്യാൻ പോവാണ്. ഈ ഫയലിനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നു. ആദ്യം റെൻഡറിങ്ങിൽ വരിക, എൻവയൺമെൻറ്റ്, അതിൽ നിന്ന് കളർ ഞാനൊരു ഡാർക്ക് ഗ്രേ കളർ ചൂസ് ചെയ്യാം. ഞാനൊരു ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിൽ വരിക, ലൈറ്റ്, അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ലൈറ്റ്, സ്കൈ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. സ്കൈ ലൈറ്റിൽ താഴെ വന്ന് ഷാഡോയും കൂടെ ഒന്ന് ഇനബിൾ ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് റെൻഡർ ചെയ്യാം. അതിനു മുമ്പേ പെർസ്പെക്റ്റീവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷോ സേഫ് ഫ്രെയിം, Shift F ആണ് ഷോർട്ട് കട്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, പൊസിഷൻ ചെയ്യുക, റെൻഡർ ചെയ്യുക, Shift Q. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു സ്മാർട്ട് ഫോൺ 3ds Max സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം.